5-8 കൊല്ലം പ്രേമിച്ച് പിന്നാലെ നടന്നിട്ട് കല്യാണത്തോളം എത്തിയപ്പോ അവന് ശ്രീധനമാണ്. അവനെ അവന്റെ വീട്ടുകാരെ ഉണ്ടല്ലോ ഞാൻ ബോംബിട്ട് കൊല്ലും. അതേ, ഈ ബോംബിടലും കൊല്ലലും എന്നല്ല ഇപ്പത്തെ വിഷയം. ഈ വീട്ടിലെ പ്രധാന വിഷയം എന്താണെന്നറിയോ? ഈ വീട്ടിലെ മോള് മണ്ടോതിരി മുണ്ടിയിട്ടും പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. അതേന്നേ. അവളെ മൊത്തം ഭസ്മങ്ങൾ കണ്ടിക്കണല്ലോ. പെൺകുട്ടികളാണ്. എന്തെങ്കിലും കടുങ്കായി ചെയ്തു കഴിഞ്ഞാല് പിന്നെ ഞമ്മക്ക് പോയി. എന്തേന്നോ നിങ്ങൾ പേപ്പറൊന്നും വായിക്കില്ല. നിങ്ങള് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മളെ പേപ്പറിൽ ഓരോ ദിവസവും കാണുന്നത്. നിസ്സാര കാര്യങ്ങൾക്കാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യണത്. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക, അച്ഛനമ്മയൊന്ന് മുറുക്കി ചീത്തറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക, 1 ലക്ഷം റുപ്യ കടം വന്നാല് വീട്ടുകാർക്കൊക്കെ ബസം മേടിച്ചു കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യുക. ഇതാണ് ലോകം. അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ, കൊല്ലും ഞാൻ അവളെ. എന്ത് വിഡ്ഢിത്തരാടാ പറയണത്? ചത്തോരെ പിന്നെ അങ്ങനെ കൊല്ല? 150 കിലോ തടിയും വെച്ചിട്ട് തലയിൽ കളിമണ്ണും വെച്ച് വന്നിരിക്കുക. അമ്മ അവ വിഷമം കൊണ്ട് പറയണതാ. ഈ ഭസ്മം കൊണ്ട് മണ്ടത്തരാ പറയല്. എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ പോയതോ. അപ്പൊ ഇത് നിങ്ങളെ കുട്ടിയല്ലേ പറഞ്ഞേ? ഞാൻ എന്റെ മോളുടെ കാര്യ പറഞ്ഞ. ശീതലേട്ടാ, ഞാൻ നിങ്ങളെ ഭസ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പൊ നമ്മളെ നബീസന്റെ മോള് സീനത്ത് എന്നിട്ട് നബീസന്റെ മോള് സീനത്ത് നബീസന്റെ മോള് അടക്കട്ടെ, ഓളിപ്പോ എങ്ങോട്ടാ പോയത്? അവള് വെറുതെ പറമ്പിലൊന്നും അങ്ങോട്ട് ഇറങ്ങിയതായിരിക്കും. എത്രയെന്ന് വിചാരിച്ചിട്ടാ മൊയ്തോ ഈ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക. ആ കുട്ടിയുടെ മുഖം കാണുമ്പോ തന്നെ സഹിക്കാൻ പറ്റും. ഞങ്ങള് 2 ആളാ ഇവിടെ ഉള്ളത്. മുഖത്തോട് മുഖം നോക്കി എത്ര നേരം ഇങ്ങനെ ഇരിക്കും. വല്ലപ്പോഴും അവനൊന്ന് കയറി വരിക. ആലോചിച്ചൊരെത്തും പിടിയില്ല. എന്റെ കാര്യം വലിയ കഷ്ടാ. അല്ല, പറമ്പിൽ കിണറില്ലേ? മോളെ മണ്ടോ മണ്ടോ. മോളെ മണ്ടോ, നീ എന്താ ഇവിടെ വന്നിരിക്കണേ? വെറുതെ ഇരുന്നാച്ച. അതിനെന്തിനാ കുട്ടി നീ കിണറിന്റെ ഒക്കെ തന്നെ വന്നിരിക്കണേ? അമ്മാവ് ഞാൻ ഒറ്റയ്ക്കൊന്ന് സമാധാനായിട്ട് ഇരുന്നോട്ടെ. കൊല്ലും ഞാൻ അവനെ, ആ പ്യാരിജാതനെ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ആദ്യം അവനവന് പറ്റുന്ന പണിയേ. അമ്മാവ് അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക് അവളുടെ കാര്യത്തില്. ആദ്യം നിന്റെ പെണ്ണുമ്പിള്ള നിലക്കിരുത്ത്, എന്നിട്ട് മതി മറ്റുള്ളവരെ നിലക്കിരുത്ത്. എന്തിനാ അത് പറയണേ? എന്തിനാ എല്ലാരും കൂടി ഇങ്ങനെ ബഹളം വെക്കണേ? മോളെ നീ സമാധാനായിട്ടിരിക്കേ. അച്ഛൻ ഇതിനൊരു വഴി കണ്ടെത്താം. ഞാൻ എന്നാ അകത്ത് പോയിട്ട് ഇരിക്കുക അച്ഛ. അകത്ത് ഫാനുണ്ടേ? അകത്ത് പോണ്ട, അകത്ത് പോയിരിക്കണ്ട. അകത്തിരിക്കണ്ട. ഇത് എന്ത് കഷ്ടാണ് അച്ഛാ. അകത്തിരിക്കുമ്പോ അച്ഛൻ വന്നേക്കും എന്താന്ന്. പുറത്തിരുന്ന ചേട്ടൻ പറയും അകത്ത് പോയിരിക്കാൻ. ഇവിടെ ഇരിക്കാന്നോർത്ത് അത് സമ്മതിക്കില്ല. മോളെന്തിനാ അതിന് ഒറ്റയ്ക്ക് പോയിരിക്കണേ? ഞങ്ങളുടെ കൂടെ ഇരുന്നാ പോരെ? അങ്ങനെ ഇരിക്കാം. ഞാൻ എന്നാ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാ. അത് വേണ്ട, പുറത്തേക്കൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ല. പുറത്തേക്ക് പോവാൻ പറ്റില്ല. അല്ല അച്ഛാ, നീയിപ്പൊ അങ്ങനെ പോണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാനും കൂടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ പോവാം. അങ്ങനെ പോണോ? അച്ഛ ഇത് എന്താ അച്ഛാ? ഞാൻ വല്ല വീട്ടു തടങ്കലിൽ ഇരിക്കുകയാണോ? കുട്ടിയെ എന്തിനാണ് എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ സമാധാനിക്കേ. ഇതിന് അച്ഛനൊരു വഴി ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ആഗ്രഹിക്കണ പോലെ അച്ഛൻ ഈ കല്യാണം നടത്തും. ഈ വീട് വിറ്റിട്ടാണെങ്കിലും അവര് ചോദിച്ച സ്ത്രീ തന്നെ അച്ഛൻ കൊടുക്കും. പിന്നെന്താ? അപ്പോ മണ്ണൂന്റെ അച്ഛാ, ഞങ്ങളിപ്പോ ഈ സ്ത്രീധനം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ സംഗതി ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ചെറിയ ഒരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ തോന്നണത്. അല്ല, അങ്ങനെ ഇല്ലായില്ല. പക്ഷെ കാര്യം പറയാലോ, ഞാൻ അസലായിട്ട് അധ്വാനിച്ച് ചോര നീരാക്കിയിട്ടാണ് ഇവനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഒരു ജോലി ഇപ്പൊ സംഘടിപ്പിച്ചു കൊടുത്തത്. ഒരു മകനെ പഠിപ്പിച്ച് വളർത്തി ജോലിയാക്കി കൊടുത്തിട്ടുള്ള ഒരു അച്ഛന് ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിഫലം വേണ്ടേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലേ. അപ്പൊ കല്യാണ സമയത്തിന്റെ മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ല പ്യാരിരാച്ചാ, പ്യാരിക്ക് ഈ ജോലി കിട്ടിയാല് എന്റെ പെങ്ങള് മണ്ടൂര് നല്ലൊരു പങ്കുണ്ട്. അല്ല മാമ, അത് പറയണ്ടേ? ഈ പ്യാരിക്ക് പഠിക്കാനുള്ള ബുക്ക് മേടിച്ചു കൊടുത്ത ആരാണ്? മണ്ടു അല്ലേ? അപേക്ഷ ഫോം പൂരിപ്പിച്ചു കൊടുത്ത ആരാണ്? മണ്ടു. പിന്നെ ഇപ്പൊ ഈ കിട്ടിയ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ള കാശ് കൊടുത്തത് ആരാണ്? മണ്ടു.
ഈ അച്ഛൻ കാശ് കൊടുക്കാതെ ഇവ പിണങ്ങി മണ്ടുവിന്റെ അടുത്ത് വന്നിട്ട് അവളെ കൈ കിടന്ന് മോതിരം ഊരി പണയം വെച്ചിട്ട് ആ പണയം ഇപ്പോഴും എടുത്തു കൊടുത്തില്ല ഇല്ലേ പ്യാരി? ഇല്ലേ? പറ പ്യാരി. ആണ്. അതെ, അതിപ്പോ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ കുട്ടികളാണെന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒന്നും കണക്ക് നമ്മൾ ഇവിടെ പറയണ്ട. അങ്ങനെയൊക്കെ പറയണത് തറവാടിന് മോശമാണ്. അത് നമ്മൾ പറയാൻ പാടില്ല. പിന്നെ മാത്രല്ല, അതുകൊണ്ടല്ലേ ഇവൻ അവളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിക്കണത്. അതിലല്ല ഇപ്പൊ ഞങ്ങൾ വിട്ടുപോയത്. അല്ല, ഈ മറ്റേ പ്രേമം ഇവരുടെ ഉണ്ടല്ലോ. പ്യാരീനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ വീടിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞില്ല? ഐ, അതൊന്നും ഇവിടെ പറയണ്ടല്ലോ. അല്ല, അതെ, ആ വർത്തമാനം നിങ്ങൾ പറയരുത്. കാരണം ഇവിടുത്തെ കുട്ടി കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഇവനൊരു ജോലി കിട്ടാൻ വേണ്ടി കാത്തിക്കുക. പിന്നെ വേറെ കുട്ടികൾ ക്യൂ നിൽക്കുക എന്നുള്ളൊരു വർത്തമാനത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ ചെക്കൻ്റെ അച്ഛനോട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചോദിച്ചത് കുറച്ച് കൂടുതലായി പോയോ എന്നൊരു തോന്നലുണ്ട്. എന്ത് ചോദിച്ചത്? ശ്രീധനെ. സ്ത്രീധനപ്പൊ ഞങ്ങൾ ചോദിച്ചത് വളരെ കുറവാന്നാ ഞങ്ങളുടെ കുടുംബക്കാർ പറയണത്. അപ്പൊ ഈ പേരും പറഞ്ഞാല് ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളൊരു തറവാട്ടുകാരാണല്ലോ, പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അത് മാറ്റി പറയാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. എന്നാ പിന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? ആ, കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ചത് തന്നെ. ഇപ്പോ 50 പവന്റെ പണ്ടം, 5 ലക്ഷം ഉറുപ്യ, പിന്നെ ഒരു കാറ്. ഒരു ഇന്നോവ കാറും, ലോണൊന്നും ഇല്ലാത്തത്. അച്ഛൻ ഇന്നോവ കാർ എന്ന് പറഞ്ഞാൽ ഇന്നോവ 30 ലക്ഷം രൂപയാണ്. എന്താണ്? ഇന്നോവ 10-30 ലക്ഷം രൂപ ആവൂലേ? അത് വരും. വൈറ്റ് മതി, വൈറ്റ്. അല്ല, എന്താ അതിന് കുഴപ്പം? ഇവനത് 60 ലക്ഷം ഉറുപ്യ ശമ്പളം ഉണ്ട്. 60 ലക്ഷം 60,000 60,000 10 മാസമായി 6 ലക്ഷം ആയില്ലേ? 5 കൊല്ലത്തിന് 6 5 30 ലക്ഷം ഉറുപ്യ അല്ലേ? അതല്ലേ ഉള്ളു ഇവരെ കാറിന്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഞാൻ ചാകുമ്പോൾ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകണമെന്നില്ല. കൂട്ടിക്കൊടുക്കുന്ന കൊടുത്തോട്ടെ, അത് അവരിഷ്ടം. ആ, എന്നാ കുട്ടിയെ വിളിച്ചാലോ? മോളെ വിളിക്കണമെന്നൊന്നും ഇല്ലാന്നേ. മോളെപ്പോ ഇതിൽ ആരാ കാണാത്തത്? എല്ലാരും കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഫോണിൽ ഇങ്ങനെ വിളിക്കുമ്പോഴേ ഇവൻ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തരും. അച്ഛാ, ഇതാണ് മണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒന്നിങ്ങനെ നോക്കും, അങ്ങനെ കൊടുക്കും. എന്നാലും അതിന്റെ ഒരു ചടങ്ങിന്റെ ഒരു രീതിക്ക്. അതെ, അതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചാൽ ചായ കൊണ്ടിട്ട് വരാൻ പറയാ. മോളെ പണ്ടോ, മോളെ ഒന്നുകൂടെ വരൂ. പിന്നെ കുട്ടിയുടെ അച്ഛാ, നമ്മളിപ്പോ സ്ത്രീധനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ, അതിലിപ്പോ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഒരു 2 ലക്ഷം ഉറുപ്പ്യ ഇങ്ങോട്ട് തരാണ്ടാവോ? ടോക്കണോ? അതെ, ബാക്കിയൊക്കെ പിന്നെ മതി, വിഷയമില്ല. എന്താ വെച്ചാൽ വേറെ അത്യാവശ്യമായിട്ട് 1-2 കേസുകൾ ഉണ്ടായിരുന്നു, അതാണ്. നോക്കാം. ആ, അതാണ്. എടുത്തോ, എടുത്തോ. വേണ്ട, ഇറങ്ങൂല. അപ്പൊ ചായ എവിടെ മോളെ? ചായയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ കാരണന്മാരൊക്കെ പാടെ കൂടി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞു. അല്ല, ഞങ്ങളുടെ ജീവിതമല്ലേ, അപ്പൊ ഞങ്ങക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാന്ന്? നിങ്ങൾ 5-8 കൊല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോ എന്താ വേറെ പുതിയതായിട്ട്? അച്ഛാ, അപ്പൊ എങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചത്? 5 ലക്ഷം രൂപ, 50 പവനും ഇന്നോവ കാറല്ലേ? വൈറ്റ് ആണ് വേണ്ടത് നമുക്ക് വേണ്ടി ആളുകൾ. ആ, ഞാൻ കേട്ട, അകത്തുനിന്ന് എല്ലാം കേട്ടായിരുന്നു. ഈ 50 പവൻ എന്ന് പറയുമ്പോ എത്ര വരും ചേട്ടാ? 50 പവന് 20 ലക്ഷം രൂപ വരും. പിന്നെ ഇന്നോവ കാറിനോ? 30. അപ്പൊ മൊത്തം എല്ലാം കൂടി കൂട്ടി 55 ലക്ഷം. 55 വരും. അച്ഛാ, ഞാൻ BEd കഴിഞ്ഞല്ലേ, ഒരു 20 ലക്ഷം ഏതെങ്കിലും സ്കൂളിൽ കൊടുത്താലേ എനിക്ക് നല്ല ജോലി കിട്ടും. അയ്യയ്യേ, എന്തിനാ മോളെ നിനക്കൊരു ജോലി? ദാ ഇവൻ 1-ാം തരം ജോലിയില്ലേ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെണ്ണുങ്ങളും പുറത്തു പോയി അധ്വാനിച്ചു കൊണ്ടുവന്ന് തിന്നണ ശീലം ഞങ്ങൾക്കില്ല. അത് നിങ്ങൾ കഴിക്കണ്ട, ഞാൻ അധ്വാനിക്കണത് എനിക്ക് വേണ്ടി അച്ഛനും കഴിക്കാമല്ലോ. മണ്ടു, നീ എന്താണ് ഒരു മര്യാദ ഇല്ലാതെ അച്ഛനോട് സംസാരിക്കണത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണോടോ? എന്ത്? പിന്നെ ഞാൻ എങ്ങനെ പറയണോന്ന്? 5-8 വർഷം പ്രേമിച്ച് നടന്നപ്പോ തനിക്ക് ഇതൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്കും പെണ്ണിന് വില പേശാൻ വേണ്ടി വന്നേക്കണത്. നോണം ഉണ്ടാണോ നിനക്ക്?
അച്ഛന്റെ വാക്കും കേട്ട് സ്വന്തം അഭിപ്രായം തോന്നുമ്പോ മാറ്റി പറയണ. തന്നെ പോലെയുള്ള നട്ടലില്ലാത്തവന്മാരെ കെട്ടണേല് നല്ലതേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മണ്ടു എന്താണ് നിനക്കും നിന്റെ അച്ഛനും ജീവിക്കാൻ വേറെ മാർഗമില്ലെങ്കിലേ പോയി തെണ്ടി തിന്നെ. മോളെ അച്ഛൻ മിണ്ടായിരിക്കെ. എണീക്കടാ എണീക്കടാ. മണ്ടു ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ് മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.